കർണാടകയിലെ ശിരൂരിൽ തെരച്ചിലിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങി അർജുന്റെ കുടുംബം. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വൈകുന്നതിനെ തുടർന്നാണ് തീരുമാനം. ഈശ്വർ മൽപയ്ക്ക് സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ അനുമതി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് കുടുംബം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും കാണാനൊരുങ്ങുന്നത്. പ്രധാനമായും ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് വൈകുന്നതാണ് ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് തടസ്സമാകുന്നത്. ഗോവയിൽ നിന്നും ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ 1 കോടിയോളം രൂപ ചിലവ് വരും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഡ്രഡ്ജർ ഈ ഗംഗാവലി പുഴയിൽ എത്തിക്കുക, ഇത് സംബന്ധിച്ചൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. തീരുമാനം അനിശ്ചിതമായി നീളുന്നതോടെ തിരച്ചിലും നീളുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തി തിരച്ചിൽ വളരെ വേഗത്തിൽ ആരംഭിക്കണം എന്ന ഒരു തീരുമാനമായിരിക്കും കുടുംബം അറിയിക്കുക. ഇതിനായി ബന്ധുക്കൾ ഉൾപ്പെടെ വെള്ളിയാഴ്ചയോടുകൂടി ബംഗളൂരുവിലെത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു നീക്കം ഞങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും തുടർ നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും നൽകും. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കലക്ക് വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണ് ഈ ഗംഗാവലി പുഴയിൽ. അതുമാത്രമല്ല കാലാവസ്ഥയും അനുകൂലമാണ്. ഈ കാലാവസ്ഥ ഇത്തരത്തിൽ അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ തുടരുമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപെ ഈ കുടുംബത്തെ കാണാൻ എത്തിയിരുന്നു. അദ്ദേഹം കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ചു. അർജുന്റെ അമ്മയുമായി അദ്ദേഹം ഏറെ നേരം സംസാരിച്ചു. എന്തായാലും വൈകാരികമായ ഒരു നിമിഷമായിരുന്നു ഈ ഈശ്വർ മൽപെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായത്. പ്രധാനമായും ഈശ്വർ മൽപെ തിരച്ചിൽ നടത്തണം എന്ന അഭ്യർത്ഥനയുമായി കുടുംബം തന്നെയായിരുന്നു മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശിരൂരിൽ ഇത്തരത്തിൽ ഈശ്വർ മൽപ ക്യാമ്പ് ചെയ്തായിരുന്നു ഈ തിരച്ചിൽ നടത്തിയത്. ഈശ്വർ മൽപയോടൊപ്പം 4ഓളം മുങ്ങൽ വിദഗ്ധരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നാണ് ഈ അമ്മയെ കണ്ടത്. അമ്മയ്ക്ക് അദ്ദേഹം ഒരു ഉറപ്പ് നൽകി. മകനെ ഏതായാലും അവസാനമായി ഒരു നോക്കുകയാണെങ്കിലും താൻ കൊണ്ടുവരും എന്ന ഒരു ഉറപ്പ് അദ്ദേഹം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേരള സർക്കാർ എന്തെങ്കിലും ഒരു ഡ്രഡ്ജിങ് മിഷൻ അവിടെ കൊണ്ടുവന്നിട്ട് ആ വണ്ടി എടുക്കുന്നു. അർജുനെ മേലെടുത്തിട്ട് പിന്നെ 2 പേര് അവിടെ തന്നെ പിന്നെ ലോക്കൽ ജഗന്നാഥ് അവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കൊരു ഓർമ്മയുണ്ട്. കണ്ടിപ്പായിട്ട് നിങ്ങളെല്ലാം സഹകാരം വേണം. സർക്കാർ സപ്പോർട്ട് നിങ്ങൾ ഇത്ര നിനക്ക് അർജുൻ്റെ ഒരു എല്ലാവരും പ്രാർത്ഥനയാക്കി കേരളക്കാർ. അതൊക്കെ ഞാൻ എല്ലാവർക്കും കൈയെടുത്ത് കുമ്പിടുവേ. അതേമാതിരി അർജുൻ ഇവിടെ കൊണ്ടുവരുന്നവർക്കും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് പണെന്നാണ് കൈയെട്ട് കുമ്പിടുവേ. എന്തായാലും വലിയ ആശങ്ക ഇപ്പോഴും തുടരുന്നു. ഏത് രീതിയിലുള്ള തെരച്ചിലാണ് ഇനി ഉണ്ടാവുക? ഏതായാലും ഈശ്വർ മൽപയ്ക്ക് സ്വമേധ്യ തെരച്ചിൽ നടത്താനുള്ള അനുമതി നൽകണമെന്നൊരു ആവശ്യം കൂടി കുടുംബം കർണാടക സർക്കാരിനെ അറിയിക്കും. ഏതായാലും ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. കാരണം ഇത്രയും വലിയൊരു തുക ചെലവഴിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന ജില്ലാ കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി കർണാടക സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും അർജുന് പുറമെ ലോകേഷും ജഗന്നാഥും 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ജഗന്നാഥിന്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധമായിരുന്നു നടത്തിയത്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. ഈ ലോറി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലോറിക്കകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ഉയരുന്നത്. ലോറിയുടെ പല വസ്തുക്കളും, അതായത് കയർ, ജാക്കി ഉൾപ്പെടെയുള്ള പല വസ്തുക്കളും കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ നടത്തിയ തിരച്ചിൽ കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും തിരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടായില്ലെങ്കിൽ കുടുംബം ശക്തമായ പ്രതിഷേധ പരിപാടിയിലൊക്കെ പോകാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട് അതുപോലെ തന്നെ DK ശിവകുമാറിനെ കണ്ട് ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്.